കനത്ത മഴയാണ് കോട്ടയം ജില്ലയിലും ഇന്നലെ രാത്രി മുതൽ അനുഭവപ്പെടുന്നത്. പ്രത്യേകിച്ച് കിഴക്കൻ മേഖലകളിലും അതുപോലെ തന്നെ പടിഞ്ഞാറൻ മേഖലകളിലും മഴ കാര്യമായി തന്നെ പെയ്യുന്നുണ്ട്. നേരത്തെയൊക്കെ കിഴക്കൻ മേഖലകളിലാണ് കോട്ടയത്ത് മഴ കാര്യമായി പെയ്തിരുന്നെങ്കിൽ കൂടി ഇത്തവണ ഇപ്പോൾ റെഡ് അലർട്ടിന് സമാനമായ രീതിയിൽ പടിഞ്ഞാറൻ മേഖലകളിലുമൊക്കെ കനത്ത മഴ പെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് മഴക്കെടുതികളൊന്നും തന്നെ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. എന്നാൽ കൂടി ജില്ലയിലെ പ്രധാനപ്പെട്ട നദികളായ മീനച്ചിലാറിലും മണിമലയാറിലുമൊക്കെ ജലനിരപ്പ് കാര്യമായി തന്നെ ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നദികളുടെയും ആറുകളുടെയും ഒക്കെ തീരത്ത് താമസിക്കുന്നവർ കാര്യമായ രീതിയിൽ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ ഭരണകൂടം ആവർത്തിക്കുന്നുണ്ട്. ശക്തമായ രീതിയിലുള്ള കാറ്റും കോട്ടയത്ത് വീശുന്നുണ്ട്. മണിക്കൂർ 40 കിലോമീറ്ററിലധികം വേഗത്തിൽ കാറ്റ് വീശുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല വൈക്കം, കടുത്തുരുത്ത് ഉൾപ്പെടെയുള്ള മേഖലകളിലൊക്കെ തന്നെ വെള്ളക്കെട്ടും സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. വൈക്കത്തെ പല കടകളിലും വെള്ളം കയറിയിട്ടുണ്ട്. പല ജങ്കാർ സർവീസും ഇതിനോടകം തന്നെ നിർത്തിവെച്ചിട്ടുമുണ്ട്. ഇന്നലെ രാത്രിയോടെയാണ് കൊല്ലത്തും കാര്യമായ രീതിയിലുള്ള മഴ ആരംഭിച്ചത്. പ്രത്യേകിച്ച് ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങളായ ശക്തികുളങ്ങര, നീണ്ടകര ഉൾപ്പെടെയുള്ള മേഖലകളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. ഇന്ന് രാവിലെ ഒരു 10:30 തന്നെ ഈ മഴ ശമിച്ചു. ഇതോടുകൂടെ ഈ കയറിയ വെള്ളമൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ജില്ലയിലെ പ്രധാനപ്പെട്ട മറ്റൊരു മഴക്കെടുതി എന്ന് പറയുന്നത് ഹൈവേകളിൽ കയറിയ വെള്ളമാണ്. പ്രത്യേകിച്ച് ഈ ഓടകൾ വൃത്തിയാക്കാത്തതൊക്കെ വലിയ രീതിയിലുള്ള പ്രശ്നമായി നാട്ടുകാരെല്ലാം തന്നെ ഉന്നയിക്കുന്നുണ്ട്. അത്തരത്തിൽ പല ഭാഗങ്ങളിലും ഹൈവേ പണി നടക്കുന്ന പല ഭാഗങ്ങളിലും വെള്ളക്കെട്ടും വലിയ രീതിയിൽ കൊല്ലത്ത് രൂക്ഷമായിട്ടുണ്ട്.